ഇന്ന് ഒരു സ്പൈസി മാക്രോണി ഉണ്ടാക്കാം. 200 ഗ്രാം മാക്രോണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം ഒരു കടായി ചൂടാക്കി അതിലേക്ക് ഈ മാക്രോണി ഇടാം. അതിനുശേഷം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യുമ്പോൾ മാക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് കുക്ക് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക് ഇടും. അതിന് പകരമാണ് ഇപ്പോൾ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ മാക്രോണി ഒന്ന് ക്രിസ്പ് ആകണം, അതുവരെയാണ് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടത്. വേവിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കടായി ഒന്നുകൂടി കഴുകിയെടുക്കാം. ഇത് ക്രിസ്പായി കഴിയുമ്പോഴുണ്ടല്ലോ കിലുകിലാന്ന് സൗണ്ട് കേൾക്കും. കടായിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. മാക്രോണിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ മാക്രോണി അതിലേക്ക് ഇടണം. ഇത് പെട്ടെന്ന് വേഗം, ഒരു 6-7 മിനിറ്റ് മതി. ഒന്നിളക്കി കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. ബട്ടറിൻ്റെ ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്നിളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് വെച്ചിട്ട് പോകരുത്. ഇതൊരല്പം സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. ഇത് വെറുതെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റിനോടൊപ്പം കഴിക്കാം. ഞാനിത് ഒരു വാനില മിൽക്ക് ഷേക്ക് കൂടി ഉണ്ടാക്കി അതിനോടൊപ്പമാണ് കഴിച്ചത്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് വേവിച്ചു കഴിഞ്ഞു. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഒരു കണ്ണാപ്പ കൊണ്ട് എടുത്ത് മാറ്റിയാൽ മതി. കുറച്ച് സ്പൈസി ആയതുകൊണ്ട് വാനില മിൽക്ക് ഷേക്ക്, ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഇതൊക്കെയായിരിക്കും ഇതിനോടൊപ്പം പോകുന്നത്. മാത്രമല്ല ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് ഇത് ടച്ചിങ്സ് ആയിട്ടും കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം എടുത്ത് മാറ്റിക്കഴിഞ്ഞു. കടായി ഒന്നുകൂടി കഴുകിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. കടായി ചൂടായി കഴിഞ്ഞ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇടാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആകണം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇനി സവാള ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റണം. സവാള ഇതേമാതിരി വഴറ്റിയെടുത്താൽ മാത്രമേ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുകയുള്ളൂ. മീഡിയം ഫ്ലെയിമിലാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉപ്പ് ചേർത്തതുകൊണ്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാനൊക്കെ കഴിയും. ഇതേമാതിരിയാകുമ്പോൾ ടൊമാറ്റോയും പച്ചമുളകും ചേർക്കണം. ടൊമാറ്റോയുടെ പൾപ്പൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ചോപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇത് കൂടാതെ കുറച്ച് ടൊമാറ്റോ പ്യൂറി കൂടി ചേർക്കണം. ടൊമാറ്റോ പേസ്റ്റ് എന്നും പറയും. ഗ്രേവിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്യൂറി കൂടി ചേർക്കുന്നത്. അതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് അതിൻ്റെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പൊടികളുടെ റോ ടേസ്റ്റ് പോയി കഴിഞ്ഞാൽ അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാക്രോണി ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഗ്രേവിയും മാക്രോണിയും നല്ലതുപോലെ ബ്ലെൻഡ് ആകണം. ഇത് അടച്ചു വെച്ചൊന്നും ഇനി വേവിക്കുന്നില്ല. ഇങ്ങനെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഗ്രേവിയുടെ സത്തൊക്കെ ഈ മാക്രോണിയിൽ പിടിക്കും. മാക്രോണി ഒട്ടിപ്പിടിക്കാതെ വേറിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഞാൻ 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തത്. പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിൽ ഇത്രയും വേണ്ട. പച്ചമുളക് 2 എണ്ണത്തിന് പകരം 1 എണ്ണം എടുത്താൽ മതി. ഇത് സ്പൈസി മാക്രോണിയാണ്, അതുകൊണ്ട് ഇത് സ്പൈസി തന്നെ ആയിരിക്കണം. പിന്നെ പിള്ളേർക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാമെന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. സ്പൈസി മാക്രോണി ഒരു മീലായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. മിൽക്ക് ഷേക്ക് തന്നെ വേണമെന്നില്ല, പച്ചവെള്ളവും കുടിക്കാം. ടൊമാറ്റോയൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഒരു കാര്യം ഓർക്കണം, നമ്മളിവിടെ സാധാരണ സ്പൈസസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ.
കൂടാതെ ഈ റെസിപ്പിയിൽ മാക്രോണി ഒന്ന് ഉണ്ടാക്കി നോക്കുകയും വേണം. സ്പൈസി മാക്രോണി റെഡിയായി കഴിഞ്ഞു. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇത് ചൂടോടെ കഴിക്കേണ്ട ഒരു വിഭവമാണ് കേട്ടോ. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം.